ഹായ് ഫ്രണ്ട്സ്, കാശിമോൻ കുളിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അവനൊന്ന് സുന്ദരക്കുട്ടപ്പനാക്കാം. അവനെ പിരിങ്ങനൊക്കെ എഴുതി പൊട്ടൊക്കെ ഒന്ന് തൊടിയിച്ചെടുക്കാം. എനിക്കത് ചെയ്യണമെന്നൊരു നിർബന്ധം കേട്ടോ. അവരുടെ ഈ പ്രായത്തിലല്ലേ നമ്മളൊന്ന് അവരെ ഒരുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും അവരെ ഒരുക്കാനും പിരികിനും എഴുതാനൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് അവൻ ഒന്ന് കുളി കഴിഞ്ഞ് ഉറങ്ങിയാൽ ഞാനത് സ്ഥിരമായിട്ടൊന്ന് പിരികിനെഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും കേട്ടോ. വല്ലാണ്ട് നമ്മളൊന്ന് ആർഭാടാക്കാനാ മതി. അതിൻ്റെ മുകളിൽ കൂടെ വരഞ്ഞൊന്ന് ആർഭാടാക്കി നല്ല ഭംഗിയാക്കാൻ നോക്കിയാൽ എൻ്റെ ഇത് കുളമാവും. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ആർഭാടാക്കാൻ നോക്കാറില്ല. നൈസായിട്ട് വരഞ്ഞു പോകും. പിന്നെ കാശിമോൻ ഉണ്ടായതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായി കേട്ടോ. തുമ്പിമോളും കാശിമോനൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാമെന്നൊക്കെ. പക്ഷേ അതുകൊണ്ട് മാനേജ് ആയിപ്പോയി. പിന്നെ എന്താ അറിയുമോ, തുമ്പിമോൾ അവളുടെ കാര്യങ്ങളൊക്കെ കാശിമോൻ വന്നപ്പോൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. അവളുടെ ഡ്രസ്സ് ഇടാനും ഭക്ഷണം കഴിക്കാനൊക്കെ അവൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചില്ല. അവളാണെങ്കിലും മനസ്സിലാക്കും, അമ്മയ്ക്ക് പാടല്ലേ, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ കണ്ടറിഞ്ഞ് ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ. ഇനി തുമ്പിമോൾ UKG-യിലേക്കാണ്. അപ്പോൾ കാശിമ വന്നപ്പോൾ അവൾ വലിയ ആളായ പോലൊരു ഫീലിംഗ് ആയി. അല്ലെങ്കിൽ ഇപ്പോഴും അവൾ ചെറിയ മോളാണെന്നൊരു തോന്നലേനി. കാശിമ വന്നപ്പോൾ അതൊക്കെ മാറി. അവൾ വലിയ ആളായി എന്ന് ഞാൻ തന്നെ അവളോട് പറഞ്ഞ് അവൾക്കൊരു പക്വതയായ പോലെ അവളുടെ ഒരു ഫീലിങ്. എന്താ കാശിമോൻ്റെ നഖമൊക്കെ ഒന്ന് വെട്ടി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ടേനി. നീളം വെച്ച് അവൻ്റെ മുഖത്തൊക്കെ മാന്തി അടയാളമൊക്കെ വന്നിനി. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ വന്നാലേ ഞാൻ നഖം വെട്ടി കൊടുക്കുകയുള്ളൂ. കാശിമോൻ്റെ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ തിരിച്ച് കിട്ടാത്തൊരു സമയമാണ്. അവരുടെ ലൈഫിൽ നാഴികക്കല്ലാണ്. ഓരോ മാറ്റങ്ങളും നീന്താനും മുട്ടുകുത്താനും ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ മാക്സിമം അവളുടെ കൂടെ നിന്നിട്ട് അതൊന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സമയമുണ്ടോ. നമുക്ക് ചില സിറ്റുവേഷനിൽ ദേഷ്യമൊക്കെ വരെങ്കിലും മാക്സിമം അത് മാനേജ് ചെയ്ത് പോകാനൊക്കെ ഞാൻ പഠിച്ചിട്ട് ഒരുപാട്. അതാ തുമ്പിമോൾ ഇടയ്ക്ക് അവളുടെ ഒരു വിസിറ്റിംഗ് ഉണ്ടാവും. കാശിമോൻ ഉറങ്ങുമ്പോൾ അവനൊന്ന് ഉണർത്താനൊക്കെ നോക്കും. പക്ഷേ ഞാൻ ദേഷ്യപ്പെടും കേട്ടോ, ചെറുതായിട്ടൊക്കെ. വല്ലാണ്ട് ദേഷ്യപ്പെട്ടാൽ അവൾക്കും സങ്കടമാണ്. അവൾ വന്ന് ഒക്കെ നോക്കി പിന്നെ അവൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ എടുക്കാനുള്ള പെർമിഷൻ വാങ്ങാനൊക്കെ ആട്ടോ അവൾ വരണത്. ഇതെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ സമ്മതിക്കും. അവളല്ലാതെ വേറെ ആരാ കളിക്കാൻ. കാശിമോനൊക്കെ നല്ല കെയറിങ് ആട്ടോ. എനിക്ക് പേടിയുണ്ടായിനി കാശിമോനെ നോക്കുമെന്നൊക്കെ. പക്ഷേ നല്ല കെയറിങ്, നല്ല പുന്നാരിച്ച് കൊണ്ടൊക്കെ നടക്കും. അങ്ങനെ കാശിമോൻ നൈസായിട്ട് ഉറങ്ങിട്ടോ. അവനെ മെല്ലെ ഉറക്കി കിടത്തി ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാവും. അവനെങ്ങനെ കിടത്തിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ആൾക്ക് കമിഴ്ന്ന് കിടന്നാലേ ആൾ നല്ല കംഫർട്ടായിട്ട് ഉറങ്ങുള്ളൂ. കമിഴ്ന്ന് കിടന്നാൽ അവൻ നല്ല സുഖത്തിൽ ഒരുപാട് നേരം ഉറങ്ങും കേട്ടോ. ഒരു 1-2 മണിക്കൂർ കുളി കഴിഞ്ഞാൽ അവൻ നല്ലപോലെ ഉറങ്ങിക്കോളും. വേഗം ചരിഞ്ഞ് കിടക്കും. അത് കഴിഞ്ഞ് അവൻ നേരെ കമിഴ്ന്നും കിടക്കും കേട്ടോ. അവൻ്റെ കംഫർട്ട് അതാണ്.